ടിപ്പു സുൽത്താൻ നമുക്ക് അതായത് ഹിസ്റ്റോറിയൻസിന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. കാരണം പല പല റെക്കോർഡുകൾ ഉണ്ടായിട്ട് പോലും വളരെ പരിമിതമായിട്ടാണ് ടിപ്പു സുൽത്താനെ കുറിച്ചുള്ള പ്രൊഫഷണൽ ഹിസ്റ്ററി റൈറ്റിംഗ് വന്നിട്ടുള്ളത്. അല്ലാതെ ഇപ്പം ടിപ്പുവിനെ കുറിച്ച് ബുക്കുകൾ എഴുതുന്ന ഒരുപാട് പേരെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ പ്രൊഫഷണൽ ഹിസ്റ്ററി റൈറ്റിംഗ് കമ്പാരിറ്റീവ്ലി കുറവാണ് വന്നിട്ടുള്ള വർക്കുകൾ തന്നെ കുറച്ച് പ്രശ്നം പിടിച്ച വർക്കുകളാണ് വന്നിട്ടുള്ളത്. എല്ലാമെന്ന് പറയുന്നില്ല. അപ്പം നമ്മൾ ചരിത്ര രചനയുടെ ചരിത്രം, നമ്മൾ ഹിസ്റ്റോറിയോഗ്രഫി എന്ന് വിളിക്കുന്ന ചരിത്ര രചനയുടെ ചരിത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാകും, ഔറംഗസേബിനെയും ടിപ്പു സുൽത്താനെയും ഒരേ കണ്ണിലൂടെ കാണുന്ന അനവധി ചരിത്ര രചനകൾ കാണും. അതുകൊണ്ട് തന്നെ പോപ്പുലർ ഹിസ്റ്ററി എന്ന് നമ്മൾ വിളിക്കപ്പെടുന്ന ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ പോപ്പുലർ മനസ്സുകളിൽ ഔറംഗസേബ് ചെയ്ത പല കാര്യങ്ങളും ടിപ്പു ചെയ്ത പല കാര്യങ്ങളും ഔറംഗസേബുമായിട്ട് ഇത് രണ്ട് ക്യാരക്ടേഴ്സും ഒരുമിച്ച് ഫ്യൂസ് ആകുന്ന പ്രശ്നം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഔറംഗസേബിനെതിരെ മേക്ക് ചെയ്ത എല്ലാ ക്ലെയിമുകളും പലപ്പോഴും ടിപ്പുവിന് എതിരെയും വന്നിട്ടുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതൊരു വലിയ പ്രശ്നമാണ് ഇന്ത്യൻ ഹിസ്റ്ററി റൈറ്റിങ്ങിലെ വലിയ ഒരു പ്രശ്നമായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം കെയ്റ്റ് ബ്രിട്ടിൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ വായിച്ചിട്ടുള്ളതിൽ വെച്ചിട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ടിപ്പു സുൽത്താനെ കുറിച്ചുള്ളൊരു വർക്കാണ്. അവരിതിനെ റീഫ്രേസ് ചെയ്യുന്നുണ്ട്. നമ്മളെപ്പോഴും ഈ ടിപ്പു അബ്സല്യൂട്ട്ലി ഇസ്ലാമിക് ഭരണാധികാരി ആയിരുന്നോ, അല്ലെങ്കിൽ ടിപ്പു ഇത്രയും മനുഷ്യരെ കൺവേർട്ട് ചെയ്തോ, ടിപ്പു അത്ര വളരെ ക്രൂരനായിട്ടുള്ള ഒരാളായിരുന്നു, അല്ലെങ്കിൽ ഐക്കണോക്ലാസ്റ്റിക് ആയിട്ട്, അതായത് ക്ഷേത്രങ്ങൾ ഒക്കെ നശിപ്പിച്ച ഒരാളായിരുന്നോ എന്നുള്ള ചോദ്യങ്ങളിലൂടെ അല്ല ടിപ്പുവിനെ കണ്ടത്. ആ ചോദ്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം, അത് വേറെ കാര്യം. ബട്ട് എപ്പോഴും നമ്മൾ ഈ കണ്ണുകളോടെ അല്ല ടിപ്പു സുൽത്താനെ കാണേണ്ടത് എന്ന് പറഞ്ഞു വെക്കുന്നത് കെയ്റ്റ് ബ്രിട്ടിൽ ബാങ്ക് ആണ്. കെയ്റ്റ് ബാങ്ക് പറയുന്നത് ടിപ്പു കൊണ്ടുവന്ന ഒരു പുതിയ രാജസങ്കല്പം, അതായത് പാരമ്പര്യ ഡൈനാസ്റ്റികൾ, അതിനിപ്പം നമ്മളാണ് ഇന്ന് അതിനെ ഹിന്ദുവും മുസ്ലിമും എന്നൊക്കെ പേരിട്ട് വിളിക്കുന്നത്. പക്ഷെ ആ ഒരു യൂസേജിൽ തന്നെ ഇപ്പം ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാണ്, ഇപ്പം ഒരു ഹിന്ദു കിങ്ഷിപ്പ്, ഹിന്ദു മതത്തിലെ രാജത്വം എന്നുള്ളൊരു ഐഡിയയും ഇസ്ലാമിക് കിങ്ഷിപ്പ് എന്നുള്ളൊരു ഐഡിയയും ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒരു പുതിയ രീതിയിലുള്ളൊരു രാജ്യത്വം മുമ്പോട്ട് വെക്കുകയാണ് ഹൈദർ അലിയും ടിപ്പു സുൽത്താനും. ഇപ്പം നമ്മൾ പലപ്പോഴും ഹൈദർ അലിയെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ടിപ്പു സുൽത്താനെ പറയുന്നത്. ആക്ച്വലി അങ്ങനെ ഒരു വില്ലൻ്റെ ആവശ്യം നമുക്കുള്ളത് കൊണ്ടാണ് ഈ ടിപ്പു സുൽത്താനിലേക്ക് മാത്രം കണ്ണുകൾ പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ നമുക്ക് ടിപ്പു സുൽത്താൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ ഹൈദർ അലിയുടെ ചരിത്രം പറയാതെ ടിപ്പു സുൽത്താൻ്റെ ചരിത്രം പറയാൻ പറ്റില്ല. ഈ ടിപ്പു സുൽത്താനെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു വലിയ എവിഡൻസാണ് ഈ ഹൈദർ അലിയെക്കുറിച്ച് സംസാരിക്കാതെ ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഓർക്കണം, ഈവൻ എമംഗ് മുസ്ലിംസ് റോയൽ ഡൈനാസ്റ്റീസ് ഉണ്ട്. അത് വളരെ കൃത്യമായിട്ട് ലിനിയേജ് ഉണ്ട്, തായ് വഴികളുണ്ട്. ഇപ്പം മലയാളത്തിൽ നമ്മൾ തായ് വഴി എന്ന് വിളിക്കുന്നത് നമ്മുടെ ലിനിയേജ് അമ്മമാർ വഴി നോക്കുന്നത് കൊണ്ട്, അത് ശരിക്കും പറയുന്നത് ബ്ലഡ് ലൈൻ, രക്തശുദ്ധി ഉണ്ടോ എന്ന് നോക്കുന്ന ഇന്നയാളുടെ മകൻ ഇന്നയാളുടെ മകൻ ഇന്നയാളുടെ മകൻ ഇന്നയാളുടെ പ്രഭവപുത്രൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ലിനിയേജ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് തന്നെയാണ് ഇപ്പം സുൽട്ടനേറ്റ് ആണെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ മുഗൾ ചരിത്രം നോക്കിയാലും രാജകുടുംബങ്ങളിൽ നിന്ന് തന്നെയാണ് അടുത്ത രാജാവ് വരുന്നത്. അതിന് വിപരീതമായിട്ട് നമുക്ക് ഹൈദർ അലി ഒരു ഒരു സർജൻറ്റ് എന്ന് നമുക്കിന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു പോസ്റ്റിൽ നിന്ന് ഉയർന്നു വന്ന് എസ്റ്റാബ്ലിഷ് ചെയ്ത അതിനൊരു ഡൈനാസ്റ്റി എന്ന് പോലും വിളിക്കാൻ പറ്റില്ല, കാരണം ടിപ്പു സുൽത്താൻ കഴിഞ്ഞിട്ട് അടുത്ത ആൾ വരുന്നില്ല. അങ്ങനെ രണ്ട് റൂളേഴ്സാണ്. അപ്പോൾ അവിടെ ഒരു എലീറ്റ് മുസ്ലിം ഡൈനാസ്റ്റിയുമല്ല, എലീറ്റ് ഹിന്ദു ഡൈനാസ്റ്റിയുമല്ല. അപ്പോൾ എലീറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, ഒരു വരേണ്യവർഗ ബാക്ക്ഗ്രൗണ്ട് എന്ന് വിളിക്കാൻ പറ്റാത്തൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ടിപ്പു, അപ്പോൾ അത് രാജ്യത്വത്തിൻ്റെ പുതിയൊരു സങ്കല്പമല്ലേ? ഇത് കെയ്റ്റ് ബ്രിട്ടിൽ ബാങ്ക് ചോദിക്കുന്നുണ്ട്. രണ്ട്, ഇവിടെ നേരത്തെ നിന്നിരുന്ന ബ്രാഹ്മണിക് എന്ന് വെച്ചാൽ ബ്രാഹ്മണന്മാരെന്ന് മാത്രം നിങ്ങൾ വിചാരിക്കരുത്, ബ്രാഹ്മണത്വം രൂപകൽപ്പന ചെയ്ത രാജ്യത്വം, ബ്രാഹ്മണിക് കിങ്ഷിപ്പിനെ എങ്ങനെ ടിപ്പു സുൽത്താൻ അപ്രോപ്രിയേറ്റ് ചെയ്തു? കാരണം ടിപ്പു സുൽത്താൻ ഒരു നേരത്തെ നിലനിന്നിരുന്ന ചരിത്രത്തിൽ നിന്നൊരു കംപ്ലീറ്റ് ബ്രേക്ക് ഒന്നും എടുക്കാൻ ഈ ഒരു രാജാവിനും, ടിപ്പു ഒന്നല്ല, ഇനി ഒരു രാജാവിനും പറ്റില്ല. അപ്പം നേരത്തെ നിലനിൽക്കുന്ന ലോക്കൽ ഇഡിയംസ് അല്ലെങ്കിൽ നേരത്തെ രാജാവിനെ
മനസ്സിലാക്കാൻ നമ്മളെങ്ങനെയാണ് രാജാവിനെ കാണുന്നത്? ഒരു എന്താണ് ഇപ്പോൾ തലപ്പാവ് വെച്ച രാജാവ്, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കൊരു കിരീടമില്ലാതൊരു രാജാവിനെ സങ്കല്പിക്കാൻ ഇപ്പോൾ സാധ്യമല്ല. അപ്പോൾ ഇങ്ങനെ രാജാവിനെക്കുറിച്ച് ഓർക്കുമ്പോൾ കുറേ ബിംബങ്ങളുണ്ട് അല്ലേ, കുറേ ഇഡിയംസ് ഉണ്ട്, കുറേ ഇമേജറി ഉണ്ട്. ഈ ഇമേജറിയെ മേജർലി ടിപ്പു ബ്രേക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പോൾ ടിപ്പു സുൽത്താനെ നമുക്ക് കിട്ടിയിട്ടുള്ള രേഖാചിത്രങ്ങൾ തന്നെ നിങ്ങൾ എടുത്തു നോക്കുക. ഒരു രാജ്പൂത്ത് രാജാവിനെയോ അല്ലെങ്കിൽ ഒരു ബഹമനി സുൽത്താനെയോ അല്ലെങ്കിൽ മുഗൾ രാജാവിനെയോ, ഹൈദരാലിക്ക് തൊട്ട് മുമ്പുണ്ടായിരുന്ന വൊഡയാർ ഡൈനാസ്റ്റിയിലെ രാജാവ് നിന്ന് വിപരീതമായിട്ടല്ല ടിപ്പു ഡ്രസ്സ് ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ തലപ്പാവ് വെച്ച് അത് എന്താണ് അതിനകത്തൊരു തിലക്ക്, ഈ തലപ്പാവിന് നടുക്കൊരു തിലക്ക് വെച്ച് ജ്വല്ലറി എല്ലാം അണിഞ്ഞുകൊണ്ടിരുന്ന ടിപ്പു സുൽത്താനാണ്. നിങ്ങൾക്ക് അങ്ങനെ ഒരു രാജ്യത്താണ് ടിപ്പു മുമ്പോട്ട് വെക്കുന്നത്. അപ്പം ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ബ്രാഹ്മണിക് കിങ്ഷിപ്പിൻ്റെ ഇമേജറി ബോറോ ചെയ്തിട്ടാണ് ടിപ്പുവിൻ്റെ രാജ്യത്വം, അതായത് ഇദ്ദേഹം അംഗീകരിക്കുകയും പെടണമല്ലോ. ശിവജിയെ പോലെ തന്നെയാണ് ആ കാര്യത്തിൽ ടിപ്പു. നമ്മൾ ഈ കമ്പയർ ചെയ്യാത്ത രണ്ട് ആൾക്കാരാണ്. ആക്ച്വലി കമ്പയർ ചെയ്യപ്പെടേണ്ടതാണ്. ഒരു നോൺ ബ്രാഹ്മണിക് ബാക്ക്ഗ്രൗണ്ട്, നോൺ ക്ഷത്രിയ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് ഞങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ട് ഇവർക്ക്. ജനം ആക്സെപ്റ്റ് ചെയ്യുമോ, ഞങ്ങളുടെ തന്നെ സൈന്യം ആക്സെപ്റ്റ് ചെയ്യുമോ, ഞങ്ങളുടെ തന്നെ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള ഒരു ഉത്കണ്ഠ എപ്പോഴും ഇവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും എന്താണ് ഈ നേരത്തെയുള്ള രാജാക്കന്മാരുടെ കുറേ പാരഫെർനീലിയ ഉണ്ടല്ലോ, ഇത് നിരന്തരമായിട്ട് യൂസ് ചെയ്യുന്ന ശിവജിയെ നമുക്ക് കാണാൻ പറ്റും. ഇതേ മാസ്കുലിനിറ്റിയുടെ ആങ്സൈറ്റീസും ഉണ്ടായിരുന്നു, അതേപോലെ രാജ്യത്വത്തിൻ്റെ ആങ്സൈറ്റീസും ഉണ്ടായിരുന്നു, നമുക്ക് കാണാൻ പറ്റും. എപ്പോഴും ഒരു അപ്സെറ്റിലൂടെ അല്ലെങ്കിൽ ഒരു നിരന്തരമായിട്ട് നിലനിൽക്കുന്ന ഒരു ഘടനാക്രമം ഭേദിച്ച ഒരാൾ വരുമ്പോഴത്തേക്ക് അയാൾക്ക് എപ്പോഴും കുറേ കൂടെ അഫോർമേറ്റീവായിട്ട് കാണിക്കേണ്ടി വരും. അത് നമ്മുടെ ഇന്ന് മോഡേൺ ഇന്ത്യയിലുള്ള അധികാരികളിലും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. പക്ഷെ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കേറ്റ് ബ്രിട്ടിൽ ബ്ലാക്ക് ചോദിക്കുന്നുണ്ട്. അതായത് നമ്മളെപ്പോഴും ഇങ്ങനെ പരിമിതമായിട്ട് ഹിന്ദു വേഴ്സസ് മുസ്ലിം എന്നുള്ള രീതിയിൽ നമുക്ക് എപ്പോഴും ചരിത്രത്തിനെ കാണാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് തന്നെ ഭയങ്കര കഷ്ടമാണ്. അത് ചരിത്രത്തിനെ തുച്ഛീകരിക്കുന്നതാണ്. പക്ഷേ നമ്മളോട് പലപ്പോഴും ഞങ്ങൾ ചരിത്രകാരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ പലപ്പോഴും ഇങ്ങനെ ആ ക്വസ്റ്റ്യനേ കമ്മ്യൂണലാണ്. അപ്പോൾ പിന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാകും. നിങ്ങളിത് ആലോചിച്ച് നോക്കണം. നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ അല്ല കമ്മ്യൂണലിസം അന്ന് പ്രവർത്തിച്ചിരുന്നത്. 1. 2, അന്ന് ഹിന്ദു എന്നോ മുസ്ലിം എന്നുള്ള ഒരു ഐഡൻറ്റിറ്റി ഫിക്സ്ഡും അല്ല. ടിപ്പു സുൽത്താൻ ഒരു ഹിന്ദു റൂളറായിരുന്നോ അല്ലെങ്കിൽ മുസ്ലിം റൂളറായിരുന്നോ എന്നൊക്കെ ചോദിച്ചാൽ ഇന്നത്തെ ഹിന്ദു ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഇന്നത്തെ മുസ്ലിം ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ തിരിച്ച് ചോദിക്കേണ്ടി വരും. കാരണം അന്നത്തെ ഹിന്ദുയിസവും അന്നത്തെ ഇസ്ലാമും ഒന്നും ഇപ്പോഴത്തെ ഹിന്ദുയിസവും ഇപ്പോഴത്തെ ഇസ്ലാമുമായിട്ടൊന്നും റിസംബിൾ ചെയ്യുമെങ്കിലും വളരെ വ്യത്യാസമാണ്. ഇപ്പം അതിനെക്കുറിച്ച് ഹർബൻസ് മുഖ്യ പോലുള്ള, റോമില താപ്പർ പോലുള്ള റൈറ്റേഴ്സ് വളരെ കൃത്യമായിട്ട് എന്തായാലും എത്രയോ വർഷങ്ങൾ മുമ്പേ തന്നെ ലേഖനം എഴുതിയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യന് നമ്മൾ ഇന്നിൻ്റെ കണ്ണുകളിൽ കൂടെ നോക്കിയാൽ, നമ്മൾ ആ സമയത്തെ കണ്ണുകളിലൂടെ നോക്കിയാൽ നിങ്ങൾക്ക് ഓൾറെഡി നമ്മളിത് ഒരുപാട് വീഡിയോസിൽ ഞാനും വേറെ ഒരുപാട് സ്കോളേഴ്സും പറഞ്ഞിട്ടുള്ളതാണ്. പലപ്പോഴും ലോക്കൽ ഫൈറ്റ്സിനെ നമ്മൾ ഇന്നിൻ്റെ കണ്ണിൽ നോക്കി അതിനെ കമ്മ്യൂണലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. കുഞ്ഞാലി മരക്കാർ എന്ന് പറഞ്ഞ ഒരു നമുക്ക് വേണമെങ്കിൽ നേവൽ ലീഡർ എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഒരു വാറിയർ, ഒരു ഗ്രൂപ്പ് ഓഫ് മരക്കാർ ഗ്രൂപ്പ്, ഒരു സെറ്റ് ഓഫ് ആൾക്കാർ ജാമറിൻ്റെ നേവിയായിട്ട് നേവിയായിട്ട് പ്രവർത്തിച്ചിരുന്നു. ഒരു സമയത്ത് കുഞ്ഞാലി മരക്കാർ സാമൂതിരിയും തെറ്റുമ്പോൾ, പക്ഷേ താങ്ക്ഫുള്ളി, ഇനിയിപ്പോൾ ഞാനിത് പറഞ്ഞു കഴിയുമ്പോൾ എനിക്ക് പേടിയാണ്, താങ്ക്ഫുള്ളി ഇതിനെ ഒരിക്കലും ഒരു ഹിന്ദു വേഴ്സസ് മുസ്ലിം കാര്യമായിട്ട് നമ്മൾ കാണുന്നില്ലല്ലോ. കാണരുതേ എൻ്റെ ദൈവമേ എന്നാ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്. പക്ഷെ അതൊരു ലോക്കൽ ഫൈറ്റ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇവർ തമ്മിൽ പല പല റീസൺസ് കാരണം അതിനെ കമ്മ്യൂണലൈസ് ചെയ്യപ്പെടാം. കുറച്ചും കൂടെ പ്രബുദ്ധമായിട്ടുള്ള ജനമാണ് നമ്മൾ തന്നെ വിശ്വസിക്കുന്നത് കൊണ്ടും ആ ചരിത്രം കുറച്ചും കൂടെ റീസെൻ്റ് ആയതുകൊണ്ടും നമ്മൾ അതിനെ ആ ഒരു ആംഗിളിൽ കാണുന്നില്ല. ഇതുപോലെ തന്നെയാണ് പല പല ലോക്കലൈസ്ഡ് ഫൈറ്റുകളാണ് നടക്കുന്നത്. ഇപ്പം സാമൂതിരിയും കൊച്ചി രാജാവും തമ്മിൽ നിരന്തരമായിട്ട് ഫൈറ്റ് നടക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇവർ കൂട്ടുമാകും. എന്നിട്ട് സാമൂതിരിയുടെ സാമന്തനായിട്ട് കൊച്ചി രാജാവ് മാറുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ അരിയിട്ട് വാഴ്ച കൊട്ടാരം എന്ന് പറഞ്ഞത്. അതായത് സാമൂതിരി വന്ന് കൊച്ചി രാജാവിനെ അരിയിട്ട് വാഴിക്കണം. അതായത് ഈച്ച് ടൈം
ഒരു കൊച്ചി രാജാവ് ഉണ്ടാകുമ്പോൾ പട്ടാഭിഷേകം പറ്റത്തില്ല, അതിന് പകരമാണ് അരിയിട്ട് വാഴ്ച. അപ്പോൾ അതായത് ഇദ്ദേഹത്തിനെ ലെജിറ്റിമൈസ് ചെയ്യണമെങ്കിൽ സാമൂതിരി വന്നിട്ട് അരിയിട്ട് വാഴിക്കണം. അപ്പോൾ ഓരോ പ്രാവശ്യം ഒരു കൊച്ചി രാജാവ് അധികാരത്തിലേറുമ്പോഴും ഈ സാമൂതിരിയുടെ പ്രസൻസ് അവിടെ ആവശ്യമാണ്. അപ്പം ഈ കൊച്ചി രാജാവിന് അതുകൊണ്ട് ഈ സാമൂതിരി താല്പര്യമല്ല. ഈ കൊച്ചി ഈ ഒരു ഫൈറ്റ് ഇങ്ങനെ കോൺഫ്ലിക്റ്റ് നടന്നുകൊണ്ടേയിരിക്കുന്ന ഏകദേശം 200ഓളം വർഷങ്ങൾ നമുക്ക് കാണാം. അതിനെ നമ്മൾ രണ്ടുപേരും ഇൻസിഡൻറ്റ് ഓഫ് ബർത്ത് അന്നുണ്ടായിരുന്ന നമ്മുടെ സോ കോൾഡ് മതം ഒന്നായിരുന്നുകൊണ്ട് നമ്മളതിനെ കമ്മ്യൂണലൈസ് ചെയ്തിട്ടില്ല. പക്ഷേ ഇതുപോലെ തന്നെ ഇതൊരു പൊളിറ്റിക്കൽ ഫൈറ്റാണെന്ന് നമുക്ക് മനസ്സിലാകും. ഇതേപോലെ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണ് ഹൈദരാലിയും സാമൂതിരിയും തമ്മിൽ നടക്കുന്നത്. ഇതേപോലെ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണ് ടിപ്പു സുൽത്താനും കൊച്ചി രാജാവും സാമൂതിരിയായിട്ട് നടക്കുന്നത്. അപ്പോൾ ഒരെണ്ണത്തിനെ മാത്രം നമ്മൾ ഒരു കമ്മ്യൂണൽ എയറിലൂടെ കാണുമ്പോൾ വലിയ പ്രശ്നമാവും. അന്നുണ്ടായിരുന്ന രാഷ്ട്രീയ താല്പര്യങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി രാജാക്കന്മാർ തമ്മിലുള്ള ഫൈറ്റിനെ ഇന്നത്തെ ജനം കമ്മ്യൂണലായിട്ട് കാണുകയും അതിൻ്റെ ബേസിസിൽ രണ്ട് വിഭാഗങ്ങളായിട്ട് നമ്മളെ തന്നെ കണക്കാക്കുമ്പോഴുമാണ് ഈ ഇഷ്യൂ വരുന്നത്. ഒന്ന് പൊളിറ്റിക്സിൻ്റെ ഇഷ്യൂ, രണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന അവരുടെ ലോജിക്ക് വെച്ച് തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ ആക്ച്വലി ഒരു ഹിസ്റ്റോറിക്കൽ ക്വസ്റ്റ്യൻ അല്ല, ഒരു പ്രസൻറ്റിൻ്റെ ചോദ്യമാണെന്ന്. കാരണം കോണ്ടെക്സ്റ്റുകൾ ഡിഫറെൻ്റ് ആണ്. അതായത് ടിപ്പു വേഴ്സസ് കേരള. അന്ന് കേരളം പോലും ഇല്ല, കൊച്ചി, മലബാർ, തിരുവിതാംകൂറായിട്ട് വിഭജിച്ച് കിടന്ന 3 നാടുകൾ. ഈ 3 നാടുകളെയും മുഴുവനായിട്ടും അടക്കി ഭരിക്കാൻ ടിപ്പു സുൽത്താന് പദ്ധതി ഉണ്ടായിരുന്നോ എന്ന് പോലും നമുക്ക് തെളിവുകളില്ല. മൈസൂറിയൻ റൂളേഴ്സ് ഇവിടെ ഉണ്ടായിരുന്ന കേരള റൂളേഴ്സിനെ കോൺകർ ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ടാണ്. പക്ഷെ നമ്മൾ പലപ്പോഴും ഇത് കാണുന്നത് കമ്മ്യൂണൽ കണ്ണുകൾ കൊണ്ടാണ്. അതായത് മുസ്ലിം റൂളേഴ്സ് ഇവിടെ ഉണ്ടായിരുന്ന ഹിന്ദു റൂളേഴ്സിനെ ഭരിക്കാൻ നോക്കി. പക്ഷെ അവരും ഇത് കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഇതിൽ ആക്ട് ചെയ്ത കൊച്ചി രാജാവാണെങ്കിലും ശരി, സാമൂതിരി രാജാവാണെങ്കിലും ശരി, പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഓൾറെഡി അന്ന് കമ്മ്യൂണലായിരുന്നു. അന്ന് കമ്മ്യൂണൽ പോലും അല്ല, അത് കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള പൊളിറ്റിക്സിന് വളരെ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാമൂതിരി രാജാവിനെ നമുക്കിതിനകത്ത് കാണാൻ പറ്റും. സാമൂതിരി രാജാവ് പല കാര്യങ്ങളിലും ഇന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് അങ്ങനത്ര കൺസർവേറ്റീവ് അല്ല, കുറച്ച് വെൽഫെയർ മെഷേഴ്സൊക്കെ ചെയ്ത ചില കാര്യങ്ങളിലെങ്കിലും ചെയ്ത ആളായിട്ടാണ്. ബട്ട് പന്നിയൂർ ചൊവ്വാരം ഫൈറ്റ് എന്ന് പറഞ്ഞൊരു പ്രീ എക്സിസ്റ്റിംഗ് ഫൈറ്റ് ഉണ്ട്. അതായത് കേരളത്തിലെ ബ്രാഹ്മണ സെറ്റിൽമെൻറ്റ്സ് 32 ബ്രാഹ്മണ സെറ്റിൽമെൻറ്റുകളിൽ പന്നിയൂർ പക്ഷവും ചൊവ്വാരം പക്ഷവും ഉണ്ട്. അപ്പം ഇതൊരു വളരെ നാളുകളായിട്ടുള്ള 2 ലോബികളാണ്. അപ്പോൾ ഈ ലോബികളോട് അനുബന്ധിച്ച് നിൽക്കുന്ന നായർ കുടുംബങ്ങളുണ്ട്. പന്നിയൂർ പക്ഷമായിട്ടുള്ള നായർ കുടുംബങ്ങളും ചൊവ്വാരം പക്ഷമായിട്ടുള്ള നായർ കുടുംബങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ വലിയൊരു നെറ്റ്വർക്ക് ഉണ്ടെന്ന് നിങ്ങൾ ആലോചിക്കണം. ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഗെയിം ഓഫ് ത്രോൺസ് ലെവൽ ഒരു സീരീസൊക്കെ എടുക്കാൻ പറ്റും. ഇങ്ങനെ പന്നിയൂർ പക്ഷംകാരായിട്ടുള്ളവരും ചൊവ്വാരം പക്ഷങ്ങളായിട്ടുള്ള പന്നിയൂർകാർ പേട്രി ലിനി ഫോളോ ചെയ്യുന്നു, ചൊവ്വാരംകാർ മെട്രിലിനി ഫോളോ ചെയ്യുന്നു, ഒരാൾ മരുമക്കത്തായം ഫോളോ ചെയ്യുന്നു, പന്നിയൂർ പക്ഷം മക്കത്തായം ഫോളോ ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഇതിന് പിന്നെ അവരുടെ മരണം ജനനക്രിയകളൊക്കെ ഡിഫറെൻ്റ് ആണ്. രണ്ടുപേരും ബ്രാഹ്മൺ സെറ്റിൽമെൻറ്റ്സ് ആണ്. ഈ ബ്രാഹ്മണർ പ്രീസ്റ്റായിട്ട് വരുന്ന ടെമ്പിളുകൾ, അങ്ങനെ അവരോട് അലീജിയൻസ് ഉള്ള അമ്പലവാസി കമ്മ്യൂണിറ്റി. അപ്പോൾ ഇതിന് തന്നെ ഒരു വലിയ ഹിസ്റ്ററി ഉണ്ട്. അത് നമുക്ക് അതിന് ഇൻറ്റിഗ്രിറ്റീസിലോട്ട് പോകണ്ട. അപ്പം അങ്ങനെയുള്ള നെറ്റ്വർക്കിനെ വളരെ കൃത്യതയോടെ യൂസ് ചെയ്യുന്ന ഒരു സാമൂതിരിയെ നമുക്ക് കാണാൻ പറ്റും. കാരണം ഈ പന്നിയൂർ പക്ഷമാണ് കൊലൊത്തിരി രാജാവ്, ഇന്ന് കാസർഗോഡ്, കണ്ണൂർ ആ ഏരിയയിലുണ്ടായിരുന്ന കൊലത്തുനാട് സ്വരൂപം ഏറെക്കുറെ, കാരണം ആ പന്നിയൂർ വരുന്നതും ആ ഏരിയയിലായതുകൊണ്ട് ഈ പക്ഷത്ത് നിൽക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ചടങ്ങുകൾക്കെല്ലാം ഈ പന്നിയൂർ ബ്രാഹ്മണന്മാരുടെ സാന്നിധ്യം നമുക്ക് ചില റെക്കോർഡ്സുകളിലൊക്കെ കാണാനും പറ്റും. ഹൈദരാലിയുടെ കോൺക്വസ്റ്റ് കഴിഞ്ഞിട്ട് ഈ കൊലൊത്തിരി സ്വരൂപത്തിൽ അമ്മാവനായിരുന്നു റൂളർ, അമ്മാവനെ മാറ്റിയിട്ട് ഒരു മരുമകനെ അവിടെ രാജാവാക്കുകയാണ്. അപ്പോൾ ഈ രാജാവായത് ഈ മൈസൂർ പടയുടെ സഹായത്തോടെയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഈ ഹൈദരാലിയോടും ടിപ്പുവിനോടുമുള്ള എന്തായാലും ലോയാലിറ്റി കൂറ് കാണിക്കണം.
അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാണ്, അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്ന മാഹിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുകയാണ്. കാരണം മാഹി എന്ന് പറയുന്നത് ഫ്രഞ്ച് അധീനതയിലുള്ള സ്ഥലമാണ്. അപ്പോൾ ഫ്രഞ്ചുകാർ ടിപ്പു സുൽത്താൻ്റെ സപ്പോർട്ടേഴ്സാണ്. അപ്പം ഇന്ന് നിങ്ങളൊക്കെ കണ്ണൂർ വരികയാണെങ്കിൽ നിങ്ങൾക്കറിയാം, തലശ്ശേരി ഫോർട്ടും മാഹി ഫോർട്ടും എന്ന് പറഞ്ഞാൽ ആകെ ഒരു 1.5-2 കിലോമീറ്റർ ദൂരത്ത് കിടക്കുകയാണ്. അപ്പോൾ തലശ്ശേരി ഇംഗ്ലീഷുകാരുടെ അടിയിലാണ്, മാഹി എന്ന് പറയുന്നത് ഫ്രഞ്ചുകാരുടെ അടിയിലാണ്. അപ്പോൾ ഇംഗ്ലീഷുകാർ ആ സമയത്ത് ടിപ്പുവിനെതിരെ പടവെട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇന്ന് തൊട്ടടുത്ത് ഈ ഫ്രഞ്ചുകാർ നിൽക്കുന്നത് ഈ തലശ്ശേരിയിലുള്ള ഇംഗ്ലീഷ് മനുഷ്യർക്ക് എപ്പോഴും തലവേദനയായിട്ടിരിക്കുകയാണ്. അവർ മാഹി അറ്റാക്ക് ചെയ്യാൻ നോക്കുകയാണ്. അപ്പം ഈ കോലോത്ത് നാടിലെ രാജാവ് കോലോത്തിരി മാഹിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുകയാണ്. അപ്പോൾ മാഹിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ സാമൂതിരി മാഹിയെ അറ്റാക്ക് ചെയ്യാൻ നോക്കുകയാണ്. കോലോത്തിരി എന്ത് വിചാരിക്കുകയാണ്, ഓക്കെ മാഹിയെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണെങ്കിൽ സാമറിനെതിരെ വാറിന് പോകണം. ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ചിറക്കൽ രാജ എന്ന് പറഞ്ഞ കണ്ണൂരിലെ രാജാവുണ്ട്. ഇതൊക്കെ നമ്മൾ ഈ രാജാവ് എന്ന് വിളിക്കുന്നെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഇതൊരു ഭയങ്കര കിങ്ങാണ് അങ്ങനെയൊന്നും വിചാരിക്കില്ല. ചെറിയ ചെറിയ സ്വരൂപങ്ങളാണ് ഇതൊക്കെ. പക്ഷെ രാജ എന്നാണ് വിളിക്കപ്പെടുന്നത്. അപ്പം ഈ ചിറക്കൽ രാജ കരം പിരിക്കുന്നുണ്ട്, ഈ കണ്ണൂർ ഏരിയസിൽ നിന്ന് കരം പിരിക്കുന്നുണ്ട്. ഇത് ഓർത്ത് വെക്കുക. അറ്റ് ദ സെയിം ടൈം ഇവിടെ അലി രാജാക്കന്മാരുടെ ഒരു ഡൈനാസ്റ്റി ഉണ്ട്, അറക്കൽ ഡൈനാസ്റ്റി ഉണ്ട്. അപ്പോൾ അറക്കൽ ഡൈനാസ്റ്റിക്ക് ഇവിടെ ചില സ്ഥലങ്ങളിൽ കരം പിരിക്കാനുള്ള അധികാരമുണ്ട്. ഇവിടെ ഉള്ള ട്രേഡിൻ്റെ പുറത്തുള്ള കസ്റ്റം ടാക്സസ് കിട്ടുന്നത് അറക്കൽ ഭയങ്കര പ്രത്യേകതയുള്ളൊരു രാജവംശമാണ്. അറക്കൽ രാജാവ് കസ്റ്റംസിൻ്റെ ട്രേഡിൻ്റെ പുറത്തുള്ള ടാക്സ് ഇദ്ദേഹത്തിന് കിട്ടുന്നു. അപ്പോൾ 2 പേർക്കും മറ്റേ ടാക്സും കൂടി കിട്ടണമെന്നുണ്ട്. ചിറക്കൽ രാജാവിന് ഈ ട്രേഡ് ഭയങ്കര സക്സസ്ഫുള്ളായിട്ട് നടക്കുന്നുണ്ട്. ആ ടാക്സ് ഞാനല്ലേ രാജാവ്, എനിക്ക് ആ ട്രേഡ് കിട്ടണമെന്നുണ്ട്. ഈ അലി രാജാസിന് അഗ്രേറിയൻ ടാക്സ് കിട്ടണമെന്നുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ ഒരു എലിമിറ്റി ഉണ്ട്. അപ്പോൾ ഈ അറക്കൽ രാജാവ് എന്ത് ചെയ്യുന്നു, അറക്കൽ രാജാവ് നിന്ന് ടിപ്പു സുൽത്താൻ്റെ ലോയലാകുന്നു, കോലത്തിരിയുടെ കൂടെ ചേർന്നു, ചിറക്കൽ രാജ സാമൂതിരിയുടെ കൂടെ ചേർന്നു. അപ്പോൾ നിങ്ങളിതൊന്ന് അതിൻ്റെ കോംപ്ലക്സിറ്റി നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഒരു കണ്ണൂർ കാസർഗോഡ് ആ റീജിയണിൽ തന്നെ ഇത്രയും അങ്ങോട്ടും ഇങ്ങോട്ടും പൊളിറ്റിക്കൽ ഇൻഫൈറ്റിങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കൂറെല്ലാം മാറുന്നുമുണ്ട്. അതായത് ഈ കോലോത്തിരിക്ക് മുമ്പുള്ള ഹൈദരാലിയുടെ സമയത്താണെങ്കിൽ ഇരുന്ന ആൾ സാമൂതിരിയുടെ കൂടെ നിന്ന ആളാണ്. എന്നാൽ ഈ സാമൂതിരിയെ ടോട്ടലി വിശ്വാസവുമില്ല ആദ്യത്തെ കോലോത്തിരിക്ക്. കാരണം തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലമാണ്. സാമൂതിരിക്ക് എക്സ്പാൻഷനിസ്റ്റ് ആയിട്ടുള്ള ആഗ്രഹങ്ങളുണ്ട്. കോലോത്ത് നാട് എൻ്റെ ഭാഗങ്ങൾ പിടിച്ചെടുക്കാൻ സാമൂതിരിക്ക് ആഗ്രഹമുണ്ട്. അപ്പം മുഴുവൻ വിശ്വാസവും ഇല്ല. അങ്ങനെ ഇരുന്ന സമയമാണ്. പക്ഷേ മൈസൂർ ആക്രമണം വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സാമൂതിരിയുടെ കൂടെ നിൽക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം ഈ ഹൈദരാലി ഈ ഏരിയ കോൺക്കർ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നീട് വന്ന റൂളർ മൈസൂറിൻ്റെ കൂടെ നിൽക്കുന്ന റൂളറാണ്. അപ്പം ഈ ലോക്കലായിട്ടുള്ള കൂറുകളും കൂറുമാറ്റങ്ങളും നമ്മൾ ഒരുപാട് ഈ ഒരു സമയത്ത് വളരെ ചെറിയ ഒരു ടൈം പീരീഡ് ആണെങ്കിലും ഈ സ്വിച്ചിങ് നമുക്ക് കാണാൻ പറ്റും. ഈ കൊച്ചി രാജാവ് ഇതുപോലെ സാമൂതിരിക്കെതിരെ ആദ്യം നിൽക്കുന്നുണ്ട്, പിന്നെ കുറച്ച് കഴിയുമ്പോൾ കൊച്ചി രാജാവ് സാമൂതിരിയുടെ കൂടെ നിൽക്കുന്നുണ്ട്. അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നമ്മളിത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രാജാക്കന്മാർ അവരുടെ സമ്പത്തും അവരുടെ അധികാരവും നിലനിർത്താൻ വേണ്ടിയുള്ള മൾട്ടിപ്പിൾ ഗെയിംസ് കളിക്കുന്നതായിട്ട് ആണ് നമുക്കിത് കാണുന്നത്. അത് പറഞ്ഞാൽ ലിറ്ററലി നമുക്കൊരു ഗെയിം ഓഫ് ത്രോൺസിൻ്റെ സ്കോപ്പ് ഉണ്ട്. ആരെങ്കിൽ ഇതൊന്ന് എക്സ്റ്റെൻസീവ്ലി റിസർച്ച്ഡായിട്ടൊരു സീരീസൊക്കെ ആക്കി ഇറക്കാനുള്ള മെറ്റീരിയലുണ്ട്. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പന്നിയൂർ ചൗഹാരം ഫൈറ്റിനെ കുറിച്ചാണ്. അപ്പം ഈ പ്രീ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഡിവിഷൻ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഡിവിഷനെ അത് ഒരു ബ്രാഹ്മൺ സെറ്റിൽമെൻറ്റ്സിലുള്ളൊരു ഡിവിഷനല്ല, അതൊരു നെറ്റ്വർക്കായിട്ട് നമ്മൾ വായിക്കുകയാണെങ്കിൽ ഈ നെറ്റ്വർക്കിലേക്ക് സാമൂതിരി ടാപ്പിൻ ചെയ്യുന്നുണ്ട്. ചൗഹാരം ആയിട്ടുള്ള എല്ലാ ബ്രാഹ്മൺ ഫാമിലീസും അവരോട് അലൈഡ് ആയിട്ടുള്ള നായർ ഫാമിലീസും സാമൂതിരിയുടെ പക്ഷം നിൽക്കണം, അങ്ങനെ ആ പക്ഷത്താക്കുന്നുണ്ട്. അപ്പം ആ ഒരു സമയത്തെ ഈ നേരത്തെ നിലനിൽക്കുന്ന ജാതി നെറ്റ്വർക്കുകളെ വളരെ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്ന അധികാരികളെ നമുക്ക് കാണാൻ പറ്റും. ടിപ്പുവും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പം ടിപ്പുവിൻ്റെ മകനെ ഈ അറക്കൽ ബീവിയുടെ ടിപ്പുവിൻ്റെ മകളെ ഈ അറക്കൽ ബീവിയുടെ മകന് കല്യാണം കഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ കല്യാണം ഒരു റെക്കോർഡ് അങ്ങനെയാണ്. കല്യാണം കഴിച്ച് കൊടുക്കുന്ന ആ വെഡ്ഡിങ്ങിൻ്റെ സമയത്ത് കൂർഗിൽ നിന്ന് കൊണ്ടുവന്ന ഒട്ടനവധി മനുഷ്യരെ മതം മാറ്റി ഇസ്ലാമിൽ ചേർക്കുന്നുണ്ട് എന്നാണ്
ഒരു റെഫറൻസ്. ഈ റെഫറൻസ് ഒതൻറ്റിക് ആണോ എന്നുള്ളതിലേക്ക് നമുക്ക് പിന്നീട് വരാം. അപ്പം ഇങ്ങനെ ഇങ്ങനെ എല്ലാവരും എന്താണ് സോളിഡാരിറ്റീസ് ഫോർജ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പൊളിറ്റിക്കൽ ക്ലൈമറ്റിൻ്റെ ഫങ്ഷനിങ് ആണത്. അപ്പോൾ ഉത്തര മലബാറിൻ്റെ കാര്യം തന്നെ എന്തൊരു കോംപ്ലക്സ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. എത്ര സങ്കീർണമായിരുന്നു, അത്രയും സങ്കീർണതയോടെയാണ് നമ്മൾ ഇതിനെ നോക്കിക്കാണേണ്ടത്. അതിനെ ഈ നമ്മൾ സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ ചെറിയ, ഞാൻ നേരത്തെ പറഞ്ഞ റെഫറൻസ് ഉണ്ടല്ലോ, അതുപോലെ ആ റെഫറൻസ് വെച്ച് മാത്രം ചരിത്രത്തിനെ നോക്കിയാൽ ഈ നമ്മൾ എന്താണ് ചരിത്രത്തെ വക്രീകരിക്കുന്ന പ്രക്രിയയിൽ നമ്മൾ ഏർപ്പെട്ടു പോകും. നമ്മൾ എന്താണ് അപ്പോഴാണ് ഈ ചരിത്രം കമ്മ്യൂണലായി മാറുന്നത്. ഇതൊരു പ്രശ്നം. 2, റിസർച്ച് ക്വസ്റ്റ്യനിൻ്റെ പ്രശ്നമാണ് ഇപ്പോൾ പറഞ്ഞത്. 2, നമ്മൾ മനസ്സിലാക്കേണ്ടത് ചരിത്രക്കാർക്ക് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ളത് സോഴ്സാണ്. പക്ഷെ ഞാനിത് പറയുമ്പോൾ ഇപ്പോൾ ഒരുപാട് സോഴ്സസ് പബ്ലിഷ്ഡ് ആകുന്നുണ്ട്, വളരെ നല്ല കാര്യമാണ്. ഞങ്ങളുടെയൊക്കെ ജോലി ഒരുപാട് ഈസിയായി അത് കാരണം. പക്ഷെ ആ സോഴ്സസിനെ എങ്ങനെ അനലൈസ് ചെയ്യണം എന്നുള്ളൊരു ട്രെയിനിങ്ങിനാണ് നമ്മൾ ഈ 5-6 വർഷം പോയി ചരിത്രം പഠിക്കുന്നത്. അല്ലാതെ നമ്മൾ ഒരേ കാര്യം ബൈഹാർട്ട് ചെയ്യുന്നതല്ല ചരിത്രം. അപ്പോൾ ഈ സോഴ്സിനെ അനലൈസ് ചെയ്യണമെങ്കിൽ ഈ ലാർജർ പിക്ചർ, അതിന് എങ്ങനെയാണ് ഗ്ലോബലി, ലോക്കലി, നാഷണലി എങ്ങനെയാണ് ഇത് പ്ലേസ് ചെയ്യുന്നത്, ഇതെല്ലാം ഉണ്ട്. പിന്നെ ഒരു രീതിശാസ്ത്രം ഉണ്ടല്ലോ. അപ്പം നമ്മൾ ഈ ചരിത്ര പഠന രീതിശാസ്ത്ര ക്ലാസ്സുകളിൽ ആദ്യം നമ്മളോട് പറയുന്നൊരു സാധനമാണ്, നിങ്ങൾ ഈ സോഴ്സിനോട് ചോദ്യം ചോദിക്കണം. സോഴ്സിനെ നിങ്ങൾ 100% വിശ്വസിക്കരുത്. ഈ സോഴ്സ് എഴുതിയത് ആരാണ്, അവർക്ക് വെസ്റ്റഡ് ഇൻട്രസ്റ്റുകൾ ഉണ്ടായിരുന്നു, അവർക്ക് അവരുടേതായ താല്പര്യങ്ങളും അവരുടേതായ പക്ഷങ്ങളും ഉണ്ടായിരുന്നു. ഈ സോഴ്സ് വായിക്കപ്പെട്ട കാലഘട്ടം ഉണ്ടായിരിക്കുമല്ലോ. ഇന്ന് നമ്മൾ വായിക്കുന്ന അതല്ല, ഈ സോഴ്സ് എഴുതിയ, ഇപ്പം ഞാൻ ആ ഒരു സമയത്ത് മേ ബി ഇന്ത്യൻ സമര കാലഘട്ടത്തിൽ ഗാന്ധിജി വൈസ്രോയ്ക്ക് ഒരു കത്തെഴുതുകയാണ് എന്ന് നമ്മൾ വിചാരിക്കാം. അങ്ങനെ എഴുതിക്കൊണ്ടിരുന്നപ്പോൾ ഗാന്ധിയുടെ ഇൻട്രസ്റ്റ് എന്താണ് എന്ന് നമ്മൾ അനലൈസ് ചെയ്യണം. അതേപോലെ തന്നെ ഈ വായിക്കുന്ന വൈസ്രോയുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് നമ്മൾ ആലോചിക്കണം. സിമിലർലി നമ്മൾ ആ ഒരു സമയത്ത് ഗാന്ധി എന്നുള്ളൊരു സ്വതന്ത്ര സമര നായകന് വൈസ്രോയെ എങ്ങനെ അഡ്രസ്സ് ചെയ്യാം? അപ്പോൾ ഗാന്ധി ഇപ്പോൾ ഹിസ് എക്സലൻസി എന്ന് എഴുതിയാൽ നമ്മൾ എന്തെന്ന് ഗാന്ധിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയേ അഭിസംബോധന ചെയ്യാൻ പറ്റുള്ളൂ. ഇന്ന് പലപ്പോഴും അയ്യങ്കാളിയുടെ പല പ്രസംഗങ്ങളും എടുത്തിട്ട് ആൾക്കാർ പറയുന്നു, അയ്യങ്കാളി പറയുന്നു താഴ്മയായി അപേക്ഷിക്കുന്നു എന്ന്, അങ്ങനെ അയ്യങ്കാളി പറയരുതായിരുന്നു എന്ന് പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകൾ ഞാൻ കണ്ടിട്ടുള്ളത്. അത് അങ്ങനെ ആ സമയത്തുള്ള വ്യവഹാര ഭാഷയാണത്. ആ ഭാഷ ഇപ്പോൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം നമ്മൾ കുറേ കാലഘട്ടങ്ങൾ മുമ്പോട്ട് പോയല്ലോ, വാക്കുകളുടെ അർത്ഥം മാറി, മൊഡാലിറ്റീസ്, ഫോർമാറ്റ്സ് ഓഫ് പവർ മാറുന്നു. ഇതെല്ലാം എന്താണ് ഹിസ്റ്ററിയുടെ കാലഘട്ടങ്ങളിലൂടെയുള്ള മാറ്റങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് അന്നത്തെ കോണ്ടെക്സ്റ്റിൽ വെച്ചിട്ടാണിത് മനസ്സിലാക്കപ്പെടേണ്ടത്. അപ്പം ഞാൻ ഈ പറയാൻ ശ്രമിക്കുന്ന സോഴ്സ് ഇന്നസെൻ്റ് അല്ല. സോഴ്സ് എന്ന് പറയുന്നത് ചുമ്മാ ഒരു ഡോക്യുമെൻ്റ് അല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അതിൽ നിന്നൊരു സാധനം എടുത്തിട്ട് നമ്മളങ്ങ് ഭയങ്കരമായിട്ട് പയറ്റുകയാണ്. ഇങ്ങനെ റെഫറൻസ് ഉണ്ടല്ലോ, ടിപ്പു ഇത്രയും പേരെ കൺവേർട്ട് ചെയ്തതായിട്ടുള്ള റെഫറൻസ് ഉണ്ടല്ലോ, അല്ലെങ്കിൽ എന്താ ഔറംഗസേബ് ഇങ്ങനെ ചെയ്തതിനായിട്ടുള്ള റെഫറൻസ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ പറ്റണം. പക്ഷെ ആരാണ് ഈ സോഴ്സ് പ്രൊഡ്യൂസ് ചെയ്തത് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഈ ടിപ്പുവിൻ്റെ ചരിത്രം റീകൺസ്ട്രക്റ്റ് ചെയ്തതിൽ 75%, മേ ബി ഒരു 85% വരെ നമുക്ക് പറയാൻ പറ്റും, പക്ഷേ കുറേ ജനറസ് ആയിട്ട് പറയുകയാണ്, 75% ഇംഗ്ലീഷ് സോഴ്സസ് വെച്ചിട്ടാണ്. ആർക്കെതിരെയാണ് ടിപ്പു ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്? ഇംഗ്ലീഷുകാർക്കെതിരെയാണ് ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഇംഗ്ലീഷുകാർ ടിപ്പുവിനെ കാണുന്ന ഒരു പർട്ടിക്കുലർ കണ്ണിക്കൂടെ ആയിരിക്കില്ല. ഇപ്പോൾ എനിക്കൊരു എനിമിയുണ്ട്, ആ എനിമിയെക്കുറിച്ച് ഞാൻ എഴുതുന്നത് ബയസ്ഡ് ആയിരിക്കും ഒബ്വിയസ്ലി. എൻ്റെ എഴുത്തുകളിലൂടെയാണ് നിങ്ങൾ ആ എനിമിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഈ ലോകത്തെ ഏറ്റവും പൊട്ട മനുഷ്യനായിട്ട് ഞാൻ ആ എനിമിയെ എഴുതി വെക്കും. ഇതേ കാര്യമാണ് നമ്മൾ ഇംഗ്ലീഷ് അക്കൗണ്ട്സിൽ കാണുന്നത്. ടിപ്പുവിനെ വില്ലനായിട്ട് അവർക്ക് ചിത്രീകരിക്കണമായിരുന്നു. ഹൈദരാലിയുടെ കാലത്ത് വലിയ പരാജയം നേരിടേണ്ട വന്ന ഇംഗ്ലീഷുകാർ അവരുടെ മൈറ്റി എംപയറിനെ ചോദ്യം ചെയ്ത് നിൽക്കുന്ന മൈസൂരിയൻ റൂളേഴ്സിന് അവർക്ക് എന്താണ് ഭയമായിരുന്നെന്ന് പറയില്ല, അവർക്ക് വളരെ ദേഷ്യമുള്ള 2 കഥാപാത്രങ്ങളാണ് ഹൈദരാലിയും ടിപ്പു എന്ന് പറയുന്നത്. സോ ഓഫ് കോഴ്സ് അവർ എഴുതുന്നത് ടിപ്പുവിനെ ഏറ്റവും വലിയ വില്ലനായിട്ട് തന്നെയാണ് അവർ
ചിത്രീകരിക്കുന്നത്. ഇൻഫാക്റ്റ് നമ്മൾ ബുക്കനൻ്റെ ഒക്കെ റൈറ്റിങ്സിൽ നോക്കിയാൽ ക്രിസ്ത്യാനികളെ കൺവേർട്ട് ചെയ്യാനാണ് ടിപ്പു ശ്രമിച്ചതെന്നുള്ള റെഫറൻസസ് നമുക്ക് ബുക്കനനിൽ നിന്ന് കിട്ടും. വിച്ച് ഇസ് വെരി ഫണ്ണി ഇസൻറ്റ് ഇറ്റ്? നമ്മൾ ഈ സോഴ്സ് ആർക്ക് വേണ്ടിയാണ് എഴുതിയത്, ആരാണ് എഴുതിയത് എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് നമുക്കൊരു ഒരു ഡോക്യുമെൻറ്റിൽ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ സർക്കുലേഷൻ, അതിൻ്റെ ഒതൻറ്റിസിറ്റി, ഇതെല്ലാം നോക്കിയിട്ട് നമുക്ക് ആ സോഴ്സിനെ നമ്മൾ മനസ്സിലാക്കാവുള്ളൂ. ആ സോഴ്സിനെ എന്ന് പറഞ്ഞാൽ ആ സോഴ്സ് ഒന്നും യൂസ്ലെസ് സോഴ്സസ് ആണെന്ന് പറയുന്നില്ല. അന്ന് ഇംഗ്ലീഷുകാരെങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്, അവരുടെ മെൻറ്റാലിറ്റി എങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഇത് വളരെ യൂസ്ഫുള്ളാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് സോഴ്സസിലെ ഇപ്പോൾ ബുക്കനൻ്റെ സോഴ്സ് എടുത്ത് നോക്കിയാലും, നമ്മൾ കമ്പനി രജിസ്റ്റേഴ്സ് എടുത്ത് നോക്കിയാലും, തലശ്ശേരി രജിസ്റ്റേഴ്സ് എടുത്ത് നോക്കിയാലും ഒക്കെ വളരെ ഇൻഫ്ലേറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സ് നമുക്ക് കാണാൻ പറ്റും. അതിൽ ഓരോ റെക്കോർഡ്, CA കരീം പറഞ്ഞ റെക്കോർഡ് ഞാൻ ഇർഫാൻ ഹബീബിൻ്റെ വർക്കിൽ ഇത് കണ്ടിട്ടുണ്ട്. പറയുന്നത് 70,000 മനുഷ്യരെ ടിപ്പു 1790s അവസാനം കൂർഗിൽ നിന്ന് കൊണ്ടുവന്ന് കൺവേർട്ട് ചെയ്യുന്നതായിട്ട് പറയുന്നുണ്ട്. അല്ല, ഈ 70,000 മനുഷ്യരെ കൊണ്ടുവന്നെങ്കിൽ വേറെ എന്തെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കും. 10,000 മനുഷ്യരെ നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിന് ഇത്ര ഡോക്യുമെൻറ്റേഷൻ ആവശ്യമല്ലേ? ഈ മനുഷ്യരെ കൊണ്ടുവന്നതിന് വേറെ എന്തെങ്കിലുമൊക്കെ റെഫറൻസ് കാണില്ലേ? ഇവരെ തീറ്റി പോറ്റണം അത്രയും ദിവസം, അപ്പോൾ ആ ചിലവ് വരും, അങ്ങനെ എന്തൊക്കെ കാര്യങ്ങളുണ്ട്. പക്ഷെ വേറൊരു റെക്കോർഡും ഇല്ല, ഇങ്ങനെ ഒരു റെഫറൻസ് ഉണ്ട്. ഈ ഒരു റെഫറൻസിനെ ശരിവെക്കുന്ന ബാക്കിയുള്ള മറ്റ് രേഖകൾ കിട്ടിയാൽ മാത്രമേ ചരിത്രകാരിത് പറയത്തുള്ളൂ ഇങ്ങനെ ശരിയാണ്, ഇങ്ങനെ നടന്നിട്ടുണ്ട്. പക്ഷെ ബാക്കിയുള്ളൊരു രേഖകളും കിട്ടിയിട്ടില്ല. പക്ഷെ ടിപ്പുവിൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് ആൾക്കാർ കുറച്ചും കൂടെ, ലോഗൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ 70,000 പേരെ കൺവേർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈ CA കരീമിൻ്റെ വർക്കിൽ തന്നെ CA കരീം ചോദിക്കുന്ന മറ്റ് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യനാണ്, കേരളത്തിൻ്റെ കാര്യത്തിൽ ടിപ്പു തല്ലിപ്പൊളിച്ച ഏതെങ്കിലും അമ്പലത്തിൻ്റെ എവിഡൻസ്, ആക്ച്വൽ റെഫറൻസ് ഈ ബ്രിട്ടീഷ് രേഖകളിലല്ലാതെ നമുക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. നമുക്കൊരു സിംഗിൾ രേഖ പോലും കിട്ടിയിട്ടില്ല. പക്ഷേ ബ്രിട്ടീഷ് റെഫറൻസിൽ, കാരണം ഇവർക്ക് മതസ്പർദ്ധ, ഡിവൈഡ് ആൻഡ് റൂൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ നിരന്തരമായിട്ടുള്ള പോളിസിയാണ്, നമ്മൾ ഓർക്കണം.